നേരം രാത്രി 10 മണി കഴിഞ്ഞിരിക്കുന്നു. കോരിച്ചൊരിയുന്ന കർക്കിടപ്പെയ്ത്തു നിലക്കാതെ തുടരുകയാണ്. സരോജിനിയും മക്കളും ഭക്ഷണം കഴിച്ചു ഉറങ്ങാൻ കിടന്നു. ഓടിൻ്റെ വിടവിലൂടെ അകത്തേക്ക് വെള്ളം വീണുകൊണ്ടിരുന്നു. ഈ കർക്കിടത്തിന് മുൻപ് വീടൊന്ന് പൊളിച്ച് മേയണമെന്ന് കരുതിയതാണ്. ഒന്നും നടന്നില്ല. സരോജിനി ഓരോന്ന് ഓർത്തും കൊണ്ട് ഉറങ്ങാതെ കിടന്നു. അമ്മേ, പാട്ട് കേൾക്കുന്നുണ്ട്, അച്ഛൻ വന്നിട്ടുണ്ട്. മകൾ ആനന്ദം കിടന്നും കൊണ്ട് അമ്മ സരോജിനിയോട് പറഞ്ഞു. സരോജിനിക്ക് 2 പെൺമക്കളാണ്, ആശയും ആനന്ദവും. സരോജിനിയുടെ ഭർത്താവ് പുഷ്കരൻ. തേപ്പ് പണിക്കാരനായ പുഷ്കരൻ്റെ കൂടെ പണിക്ക് വന്നിരുന്നതാണ് സരോജിനി. പുഷ്കരൻ്റെ പ്രേമശരങ്ങളുടെ എഴുത്തിൽ സരോജിനി വീണുപോയതാണ്. തേപ്പ് പണിയിൽ മാന്ത്രിക വിദ്യ അറിയുന്ന പുഷ്കരൻ സരോജിനിയെ തേച്ചിട്ട് പോകാതെ ജീവിതസഖി ആക്കുകയായിരുന്നു. മൊഴികുടിയനായ പുഷ്കരൻ രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ പാതിരാ നേരത്തെ വീട്ടിൽ തിരിച്ചെത്തുകയുള്ളൂ. ചില ദിവസങ്ങളിൽ കിടപ്പൊക്കെ വഴിയിൽ തന്നെയാണ്. നിമിഷങ്ങൾ കൊണ്ട് പാട്ടുകൾ സൃഷ്ടിച്ചു പാടാനുള്ള അപാര കഴിവാണ് പുഷ്കരന്. ആരാധകർ മദ്യം വാങ്ങിക്കൊടുത്ത് പുഷ്കരനെ കൊണ്ട് പാട്ട് പാടിക്കുന്ന പരിപാടിയും നടന്നു പോരുന്നുണ്ട്. സരോജിനി കുറച്ച് വീടുകളിലെ അടിച്ചുതളി പണിയൊക്കെ ചെയ്താണ് കുടുംബം പോറ്റുന്നത്. പുഷ്കരൻ പതിപോലെ മുറ്റത്ത് നിന്നുകൊണ്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. നേരം വെളുക്കുന്ന നേരമെടുത്തിട്ടും ഇപ്പോഴും നീ ഉറക്കമാണോ? പെരുമഴ കൊണ്ട് കുളിരു നേരത്ത് വാതിലടച്ചു നീ കിടപ്പിലാണോ? കാവലാളായി മുറ്റത്തിൽ നിൽക്കുന്ന എന്നെ നിനക്കു വെറുപ്പമാണോ? സരോവരത്തിൻ്റെ വാതിൽ തുറന്നു നീ താലവുമായി എന്നെ സ്വീകരിക്കൂ. എടി സരോജിനി, വാതിൽ തുറക്കടി. നിന്റെ പുഷ്കരേട്ടൻ പൂസായി മുറ്റത്ത് മഴ കൊണ്ട് നിൽക്കുമ്പോൾ നീ അകത്ത് മൂടിപ്പൊതിച്ച് കിടപ്പാണോ? വാതിൽ നീ തുറക്കുന്നോ അതോ ഞാൻ ചവിട്ടി പൊളിക്കണോ? സരോജിനി വന്ന് വാതിൽ തുറന്നുകൊണ്ട് പുഷ്കരനോട് പറഞ്ഞു. എപ്പോൾ എത്തി ഗായകൻ? നിങ്ങളെ കാത്തിരുന്നു കണ്ണ് കഴിച്ചപ്പോൾ ഞാനൊന്ന് മയങ്ങിപ്പോയി. എടി, 1000 രൂപക്ക് കുടിച്ച് ഞാൻ മയങ്ങിയിട്ടില്ല. എന്നെ കാത്തിരുന്ന് കണ്ണ് കഴിച്ചപ്പോഴേക്കും നീ മയങ്ങിപ്പോയി. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേടി, ഭർത്താവ് വന്നിട്ടേ ഉണ്ണാനും ഉറങ്ങാനും പാടുള്ളൂ എന്ന്. കയ്യിലിരുന്ന മീൻ്റെ കവർ സരോജിനിയുടെ നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഇത് കുറ്റിച്ചിറ പുഴയിൽ കായൽ മീനാണ്. ഇത് ഇപ്പോൾ തന്നെ വാളൻപുളിയിട്ട് അമ്മിയിൽ അരച്ച് മസാല ചേർത്ത് കറി വെക്ക്. അരിശം വന്ന സരോജിനി പുഷ്കരൻ്റെ കയ്യിൽ നിന്നും കവർ വാങ്ങി പുഷ്കരൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇതിയാൻ്റെ മുന്നിൽ എന്നും കഴുത്ത് നീട്ടിക്കൊടുത്തുവോ അന്ന് മുതൽ തന്നെ എൻ്റെ കഴുത്തിൽ കൊലക്കയർ വീണു. പ്രായമായ 2 പെൺമക്കളുടെ തന്തയാണെന്ന് പോലും ചിന്തിക്കാത്ത മൊഴികുടിയനായി പോയല്ലോ. എൻ്റെ കൂടെ തേപ്പുപണിക്ക് വന്ന് നിന്നെ തേച്ചിട്ട് പോകാതെ കൂടെ കൂട്ടിയവനാ ഈ EP പുഷ്കരൻ. എൻ്റെ അച്ഛൻ പരമുവിനെ പോലും വഴക്കാത്തവനാ ഈ EP പുഷ്കരൻ. മുഖത്തേക്ക് കവർ വലിച്ചെറിഞ്ഞത് ഇഷ്ടപ്പെടാത്ത പുഷ്കരൻ സരോജിനിയെ തല്ലാൻ കൈയൊന്നുയർത്തിയതേയുള്ളൂ. അടി തെറ്റിയ പുഷ്കരൻ തലചക്രം പോലെ കറങ്ങി മുറ്റത്ത് വീണു. സരോജിനിയും മക്കളും ചേർന്ന് മുറ്റത്ത് വീണ് കിടന്ന പുഷ്കരനെ ഉമ്മറക്കോലായിലേക്ക് എടുത്തുകൊണ്ട് കിടത്തി. പുഷ്കരൻ്റെ ഇന്നത്തെ രാത്രിയിലെ പതിവുള്ള കലാപരിപാടികൾ അവസാനിച്ചു. നിമിഷ നേരം കൊണ്ട് തന്നെ പോക്രാച്ചിത്തവള കരയുന്ന പോലെ പുഷ്കരൻ കൂർക്കം വലി തുടങ്ങി. നേരം വെളുത്തു തുടങ്ങിയിരിക്കുന്നു. പുഷ്കരൻ ഉമ്മറത്തിണ്ണയിലിരുന്ന് ബീഡി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന മീനൊക്കെ തറയിൽ ചിതറിക്കിടക്കുന്നുണ്ട്. വാതിൽ തുറന്നു വന്ന സരോജിനി പുഷ്കരനെ കുറച്ചു നേരം നോക്കി നിന്നു കൊണ്ട് ചോദിച്ചു. അല്ല, ഗായകൻ പുഷ്കരൻ എണീറ്റോ? എന്തായിരുന്നു ഇന്നലെ രാത്രിയിലെ താണ്ഡവം? ഇന്ന് എവിടെയാണ് ഗാനമേള പ്രോഗ്രാം?
ഇന്നലെ രാത്രിയിൽ നിങ്ങളുടെ പാട്ട് അതിഗംഭീരമായിരുന്നു. പാടിത്തളർന്നു വീണത് വല്ലതും ഓർമ്മയുണ്ടോ? കുടിച്ചു കുടിച്ചു വവ്വാലിൻ്റെ പോലെയായി. സരോജിനിയുടെ മുഖത്ത് നോക്കാതെ പുഷ്കരൻ വിറക്കുന്ന കൈകൾ തിണ്ണയിൽ കുത്തിയിരുന്നു. പുഷ്കരൻ്റെ മകൾ ആനന്ദം ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊണ്ടുവന്ന് കൊടുത്തു. വിറക്കുന്ന കൈകൊണ്ട് പുഷ്കരൻ ചായ ഊതി കുടിച്ചു. സരോജിനിയുടെ കൂട്ടുകാരി രമണിയുടെ ഭർത്താവിൻ്റെ കുടി നിർത്തിച്ച അതേ വൈദ്യൻ്റെ അടുത്തേക്ക് പുഷ്കരനെ കൊണ്ടുപോകാൻ സരോജിനി തീരുമാനിച്ചു. രാവിലെ 10 മണിയോടെ തന്നെ പുഷ്കരനും സരോജിനിയും വൈദ്യൻ കുഞ്ഞിരാമൻ്റെ വീട്ടിലെത്തി. വൈദ്യൻ്റെ ഒരു വലിയ ചില്ലിട്ട ചിത്രം ഭിത്തിയിൽ തൂക്കിയിട്ടുണ്ട്. വൈദ്യനെ നേരിൽ കണ്ടപ്പോൾ തന്നെ പുഷ്കരൻ്റെ കയ്യിനൊപ്പം കാലുകളും വിറയ്ക്കാൻ തുടങ്ങി. വൈദ്യൻ പുഷ്കരൻ്റെ കണ്ണുകൾ പിടിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു, എത്ര വയസ്സിൽ തുടങ്ങിയതാണ് കുടി? സത്യമേ പറയാവൂ. പുഷ്കരൻ സരോജിനിയെ ഒളിക്കണ്ടുകൊണ്ട് നോക്കിയിട്ട് പറഞ്ഞു, ഒരു 15 വയസ്സിൽ തുടങ്ങിയതാണ്. വൈദ്യർ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, അങ്ങനെ വരട്ടെ, ഇത് കുറച്ചു പഴയതാണ്. കാലിൻ്റെ വിറയിൽ കണ്ടാൽ അതാണ് കാണുന്നത്. സരോജിനി വൈദ്യയോട് പറഞ്ഞു, എന്നെ കെട്ടാൻ വന്നപ്പോൾ താലി പിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. വന്ന് എൻ്റെ അമ്മയുടെ കഴുത്തിലേക്കാണ് താലി കെട്ടാൻ നോക്കിയത്. കയ്യിൻ്റെ വിറ കാരണം ഒരു വീട്ടിൽ പണിക്ക് പോയപ്പോൾ ഭിത്തിയിലേക്ക് എറിഞ്ഞ പരുക്കൻ അടുക്കളയിലെ മീൻചട്ടിയിലാണ് വീണത്. വൈദ്യരൊരു പൊടിയെടുത്ത് ഒരു ഗ്ലാസ്സിൽ കലക്കി പുഷ്കരന് കുടിക്കാൻ കൊടുത്തു. പുഷ്കരൻ വൈദ്യരോട് ചോദിച്ചു, ഇത് കുടിച്ചാൽ എനിക്ക് ഭ്രാന്ത് വരുമോ വൈദ്യരെ? എൻ്റെ ചങ്ങാതി കുട്ടപ്പനും ഇതുപോലെ ഏതോ മരുന്ന് വെള്ളം കുടിച്ചപ്പോൾ മുഴുവൻ ഭ്രാന്തായി. പുഷ്കരൻ പേടിക്കണ്ട, ഇത് കയ്യിൻ്റെ വിറയൽ മാറാനുള്ള മരുന്നാണ്, ധൈര്യമായി കുടിച്ചോളൂ. അത് കേട്ടപ്പോൾ പുഷ്കരൻ വൈദ്യരുടെ കയ്യിൽ നിന്നും മരുന്ന് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു. രണ്ടുപേരും പോകാൻ നേരം വൈദ്യർ പുഷ്കരനോട് പറഞ്ഞു, ഇനിയൊരു തുള്ളി മദ്യം കുടിക്കരുത്. അത് തെറ്റിച്ചാൽ പിന്നെ കൂട്ടുകാരൻ കുട്ടപ്പനെ പോലെ മുഴുവൻ ഭ്രാന്തനായി മാറും. വൈദ്യർ പറഞ്ഞത് കേട്ടപ്പോൾ പേടിച്ചു വിറച്ച പുഷ്കരൻ ഇനി കുടിക്കില്ലെന്ന് വൈദ്യരോട് പറഞ്ഞു. പുഷ്കരൻ മദ്യപാനം പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുന്നു. തൻ്റെ തൊഴിലായ തേപ്പ് പണിക്ക് പോയി തുടങ്ങി. മക്കൾ പുഷ്കരനോട് കുടിക്കാതെ അച്ഛന് പാടാൻ കഴിയുമോ എന്ന് ചോദിച്ചു. പുഷ്കരൻ അവർക്ക് വേണ്ടി വിറക്കാത്ത കൈകൾ കൊണ്ട് താളം പിടിച്ച് ഒരു പാട്ട് പാടുകയാണ്. പുഷ്കരൻ്റെ പാട്ട് കേട്ട് സരോജിനിയും മക്കളും കൈയടിച്ചു. അവരുടെ സന്തോഷം കണ്ടപ്പോൾ പുഷ്കരൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എല്ലാവരും ഇപ്പോൾ പറയുന്നു പുഷ്കരൻ നല്ലവനാണെന്ന്. നല്ലവനായെന്ന്. അതെ, നല്ലവനാണ് പുഷ്കരൻ.